ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് പളുങ്ക് പോലത്തെ ഒരു ഗ്രാമത്തിലോട്ടാണേ. ശരിക്കും സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലം. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ക്യാൻവാസിൽ വരച്ച ഒരു ചിത്രം പോലെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ഗ്രാമമാണ്. ഈ സിറ്റുവേഷന് പറ്റിയ ഒരു പാട്ട് പറയട്ടോ. ആരെയും ഭാവഗായകനാക്കും. ആ പാട്ടുകൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, യേശുദാസിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴേ ഭയങ്കര മാച്ചായിട്ട് നമുക്ക് തോന്നും. പ്രകൃതിയാണ് ആരെയും ഭാവഗായകനാക്കുന്ന ഈ പ്രകൃതി സൗന്ദര്യത്തിന് മുന്നിൽ പകരം വയ്ക്കാൻ ഒന്നുമില്ല ഈ ലോകത്ത്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഊട്ടി, കൊടൈക്കനാൽ, ഇടുക്കിയൊക്കെ പോകുമ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഹിൽ സ്റ്റേഷനിൽ എത്തുമ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ, തണുത്ത കാറ്റ്, അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. പിന്നെ അവിടുത്തെ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്തിന്. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലമാണ് പൊതുവെ. യാതൊരു തരത്തിൽ കടകളോ ബഹളോ ആൾക്കൂട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ മലിനപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇല്ല. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്ത ഒരു ഫീലാണ് കേട്ടോ. നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന പോലെ, തോട്ട്സൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്ന പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഈ സ്ഥലത്ത് തീർച്ചയായിട്ടും വരിക. അപ്പോൾ എൻ്റെ സസ്പെൻസ് എന്തായാലും ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ പലർക്കും പിടികിട്ടിയിട്ടുണ്ടാവും. എങ്കിലും ലോങ് വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും അത് കാണുക. ഇതിൻ്റെ ചരിത്രം മൊത്തം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് ഷോർട്സിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. മറക്കാതെ നിങ്ങൾ കാണുക. നമ്മുടെ കന്യാകുമാരി ഒരു സ്വർഗ്ഗമാണ് മക്കളെ.